സാധാരണയായി ഒരു യുദ്ധം നടന്നാൽ രണ്ടു പക്ഷത്തും ആൾനാശം ഉണ്ടാകുന്നത് പതിവാണ്. പുരാതന കാലം മുതലുള്ള യുദ്ധചരിത്രങ്ങൾ നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. ഒരു യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്ന സൈന്യം യുദ്ധത്തിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് ആളെണ്ണം കുറവായിരിക്കും. യുദ്ധത്തിൽ ആര് ജയിച്ചാലും ഇരുഭാഗത്തും ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടമായിരിക്കും. ഇനി ഇടയ്ക്ക് വെച്ച് സമാധാന കരാറിലെത്തി യുദ്ധം അവസാനിപ്പിച്ചാലും കുറെ പേരൊക്കെ അപ്പോഴേക്കും മരിച്ചിട്ടുണ്ടാകും. എന്നാൽ ചരിത്രത്തിൽ ഒരു സൈന്യം യുദ്ധത്തിന് പോയി തിരിച്ചു വന്നപ്പോൾ അവരുടെ എണ്ണം കൂടുകയാണ് ഉണ്ടായത്. അതായത് ശത്രുക്കളെ കൊല്ലുന്നതിന് പകരം അവരെ സുഹൃത്തുക്കളാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അത്ഭുതകരമായ ലിച്ചൻസ്റ്റീൻ സൈന്യത്തിന്റെ ഈ കഥ ലോക ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു യുദ്ധ ചരിത്രമാണ്. 1866 ഈ സംഭവം ഉണ്ടായത്. ഓസ്ട്രിയയും പ്രഷ്യയും തമ്മിൽ യുദ്ധം നടക്കുകയായിരുന്നു. ഓസ്ട്രിയയുടെ ഭാഗത്ത് നിന്നാണ് ലിച്ചൻസ്റ്റീൻ എന്ന ചെറിയ രാജ്യം പങ്കെടുത്തത്. ആകെ 80 പട്ടാളക്കാരെയാണ് അവർ യുദ്ധത്തിനായി അയച്ചത്. അയൽരാജ്യമായ ഇറ്റലിയുമായുള്ള അതിർത്തി കാക്കുക എന്നതായിരുന്നു അവരുടെ ദൗത്യം. ആൽപ്സ് പർവ്വതനിരകളുടെ താഴെ മനോഹരമായ ഒരു താഴ്വരയിലായിരുന്നു അവർക്ക് ക്യാമ്പ് ചെയ്യേണ്ടി വന്നത്. അവിടെ കാര്യമായ ശത്രുക്കളൊന്നും ഉണ്ടായിരുന്നുമില്ല. യുദ്ധം ചെയ്യാൻ ആരുമില്ലാത്തത് കൊണ്ട് സൈനികർ അവിടെ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും വൈനും ഭക്ഷണവും ഒക്കെ കഴിച്ച് സമയം ചെലവഴിക്കുകയും ചെയ്തു. ഇറ്റാലിയൻ സൈനികർ അപ്പുറത്തുണ്ടായിരുന്നെങ്കിലും അവർക്കും യുദ്ധം ചെയ്യാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. രണ്ടു കൂട്ടരും പരസ്പരം വെടിവെക്കുന്നതിന് പകരം സൗഹൃദം പങ്കിടാനാണ് ശ്രമിച്ചത്. അങ്ങനെ ആ യുദ്ധം അവസാനിച്ചു. ലിച്ചൻസ്റ്റീൻ സൈന്യം തിരികെ നാട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തു. നാട്ടുകാർ അവരെ സ്വീകരിക്കാൻ കാത്തിരുന്നു. എന്നാൽ 80 പേർ യുദ്ധത്തിന് പോയപ്പോൾ മടങ്ങി വന്നത് 81 പേരായിരുന്നു. അതിർത്തി കാക്കുന്ന സമയത്ത് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ഇറ്റാലിയൻ പട്ടാളക്കാരൻ അവരുടെ സൗഹൃദത്തിൽ ആകൃഷ്ടനായി ഇവരുടെ കൂടെ പോന്നിരുന്നു. തങ്ങളെ കൊല്ലാൻ വന്ന ശത്രുവിനെ ഒരു അതിഥിയായി സ്വീകരിച്ച് സ്വന്തം നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നതായിരുന്നു ഈ സൈന്യത്തിന്റെ പ്രത്യേകത. അവർക്ക് ഒരാളെ പോലും നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, ഒരു പുതിയ സുഹൃത്തിനെ കിട്ടുകയും ചെയ്തു. മനുഷ്യൻ നിർമ്മിച്ച രാജ്യത്തിന്റെ അതിരുകൾക്കും രാഷ്ട്രീയ ശത്രുതക്കും അപ്പുറം മനുഷ്യത്വം എന്നതിന് വലിയ സ്ഥാനമുണ്ടെന്ന് ഈ കൊച്ചു സൈന്യം തെളിയിച്ചു. ആയുധങ്ങളിലല്ല കാര്യം, നല്ല മനസ്സുള്ളവർക്ക് ഈ ലോകത്തെ ഏത് യുദ്ധത്തെയും നേരിടാം എന്നാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും സമാധാനപരമായ യുദ്ധമായിരുന്നു ഇതെന്ന് വേണമെങ്കിൽ പറയാം. ആ 80ാമത്തെ ആൾ ഒരു സൈനികൻ മാത്രമല്ല, ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ സമാധാനത്തിന്റെ ഒരു പ്രതീകം കൂടിയായിരുന്നു. ഈ പറയുന്ന ലിച്ചൻസ്റ്റീൻ എന്നത് സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു യൂറോപ്യൻ രാജ്യമാണ്. ഇപ്പോഴും ഏകദേശം 40,000 ആളുകൾ മാത്രമാണ് ഈ രാജ്യത്തുള്ളത്. വീടുകളും വാഹനങ്ങളും തുടങ്ങിയ ആവശ്യമായ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ആളുകൾ ഇപ്പോൾ വാടകയ്ക്ക് എടുക്കാറുണ്ട്. അതേപോലെ ഒരിക്കൽ ഈ രാജ്യം മുഴുവനായി വാടക കൊടുത്തിരുന്നു. 2011 വരെ ഈ രാജ്യം ഒരു രാത്രി താമസത്തിനായി ആളുകൾക്ക് വാടകയ്ക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. $70,000 ആയിരുന്നു ഒരു ദിവസത്തെ വാടകയായി ഈടാക്കിയിരുന്നത്. ജനപ്രിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ എയർബിഎൻബിയിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഈ രാജ്യം ആളുകൾക്ക് വാടകയ്ക്ക് എടുക്കാനുള്ള സൗകര്യം ഒരുക്കിയത്. ഇങ്ങനെ വാടകയ്ക്ക് എടുക്കുന്നവർക്ക് ആഡംബര സൗകര്യങ്ങൾ എല്ലാം അവിടെ ലഭ്യമായിരുന്നു. രാജ്യം ബുക്ക് ചെയ്യുന്നവരെ രാജ്യത്തിന്റെ അതിഥികളായി കണക്കാക്കുകയും അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യും. തെരുവുകളിൽ അവരുടെ വരവറിയിച്ചുകൊണ്ടുള്ള പ്രത്യേക ബോർഡുകളും സ്ഥാപിക്കും. ലിച്ചൻസ്റ്റീനിലെ ഭരണാധികാരി തന്നെ രാജ്യത്തിന്റെ താക്കോലുകൾ വ്യക്തിപരമായി അതിഥികൾക്ക് കൈമാറുകയും ചെയ്യുമായിരുന്നു. ഈ അതിഥികൾക്ക് അവരുടെ സ്വകാര്യ പരിപാടികൾ ഈ രാജ്യത്ത് വെച്ച് ആഘോഷിക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കും. എന്നാൽ 2011 മുതൽ രാജ്യം വാടകയ്ക്ക് നൽകുന്ന പരിപാടി ലിച്ചൻസ്റ്റീൻ നിർത്തലാക്കുകയായിരുന്നു.